സുഹൃത്തുക്കളെ, നമ്മളവിടെ നിന്നൊരു സെല്ലിംഗ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് സെല്ലാണ് ചെയ്തേക്കുന്നത്. 577 രൂപ 20 പൈസയ്ക്കാണ് സെല്ല് ചെയ്തേക്കുന്നത്. നമ്മുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് വരുന്നത് തൊട്ടടുത്ത് തന്നെയായിട്ട് വരും. ഇന്നത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ 1 മിനിറ്റ് ക്യാൻഡിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാർഗറ്റായിട്ട് 1:3 നമുക്കൊന്ന് അടയാളപ്പെടുത്താം. ഓക്കെ, നമുക്കിപ്പോൾ ഇനി സ്റ്റോപ്പ് ലോസ് വെക്കാം. മിക്കവാറും ഇപ്പോൾ തന്നെ കിട്ടും. എന്തായാലും അതങ്ങ് വെച്ച് കൊടുത്തേക്കാം. ട്രിഗർ 580 10 സ്റ്റോപ്പ് ലോസ് അങ്ങ് വയ്ക്കുവാണ്. ഇപ്പോൾ നമ്മൾ 1:1 കടന്നിട്ടുണ്ട്. നമ്മൾ ഇന്നെന്തായാലും ട്രയലിങ് ഇതിപ്പോൾ 1:3 ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം. അതിപ്പോൾ തന്നെ വരുമെന്ന് തോന്നണം. 1:3 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ട്രയൽ ചെയ്യുവാണ്. ട്രയൽ ചെയ്യുന്ന വേറെ അങ്ങോട്ടുമല്ല, നമ്മളുടെ അതിൻ്റെ ട്രയലില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് എടുക്കുക. അതങ്ങ് പോവുകയാണ്. സോ ട്രയൽ ചെയ്യാമെന്ന് തോന്നുന്നു. 1:3 തന്നെ ട്രയൽ ചെയ്യാം. 568 അല്ല, നമ്മൾ എക്സിറ്റ് എടുക്കുകയാണ്. ആകെ ഒരു കൺഫ്യൂഷനാണ്. നമ്മൾ എക്സിറ്റ് എടുത്ത് മാറുകയാണ്. സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ടത് നമ്മൾ ക്ലിയർ ചെയ്യുവാണ്. ക്ലോസ് പൊസിഷൻ. നമ്മുടെ പൊസിഷൻ 285 രൂപയാണ് നമുക്കിന്ന് കിട്ടിയേക്കുന്നത്. അപ്പോൾ നല്ലൊരു മൂവായിരുന്നു. നമുക്കത് എൻഡറിലേക്ക് കിട്ടാൻ സാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വലിയ റിസ്ക് ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നു, അത്രേ ഉള്ളൂ. മാർക്കറ്റ് റിവേഴ്സ് ആകുന്ന കണ്ടപ്പോൾ നമ്മളതങ്ങ് സ്റ്റോപ്പ് ചെയ്തതാണ്. നമുക്ക് ബൈ ചെയ്തേക്കുന്ന 580 സെല്ല് ചെയ്തേക്കുന്ന 577 577 സെല്ല് ചെയ്തു. 569.25 തിരിച്ചു വാങ്ങിച്ചു. 569.25 എന്ന് പറയുമ്പോൾ 30 കൂട്ടിക്കുക. അപ്പോൾ 2.7% നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ട്രേഡ് ഇന്നത്തെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇന്നലെയും ഒക്കെ വോളട്ടൈൽ ആയിരുന്നത് കൊണ്ടിട്ടാണ്. എന്ന് ആക്ച്വലി പറഞ്ഞാൽ നല്ലൊരു റിട്ടേൺ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ ചെയ്ത് തുടങ്ങിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യാനൊന്നും നിന്നില്ല. 1:3 വെച്ചിട്ട് എടുത്തുകൊണ്ടിരുന്ന നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ട്. സോ ഇത് മതി ഇന്നത്തേക്ക്. നമ്മളിപ്പോൾ ക്ലോസ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലോജിക്കും കൂടെ ഞാനിത് നിർത്തുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ 1 മിനിറ്റ് ക്യാൻഡിലാണ് ട്രേഡ് എടുത്തത്. മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ റിജക്റ്റായി. രണ്ടാമത്തെ ഒരു റീടെസ്റ്റ് അങ്ങോട്ടേക്ക് വെച്ചിട്ട് വീണ്ടും റിജക്റ്റ് ആകുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രൈസ് ആക്ഷൻ ലൈൻ ഇങ്ങ് കട്ട് ചെയ്ത് താഴത്തേക്ക് പോകുന്നു. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാണാം ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ അവിടെ ഫോം ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുന്നത് പൊതുവെ ഈ 2 പ്രൈസ് ആക്ഷൻ ലൈനുകളുടെ മധ്യഭാഗം അത് ഇവിടെയാണ്. അപ്പോൾ ഏതാണ്ട് ഇവിടെ വരെ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു റിവേഴ്സ് ക്യാൻഡിൽ വെക്കാൻ മാർക്കറ്റ് ശ്രമിച്ചു. പക്ഷേ അത് അങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. 1 മിനിറ്റിൽ പോലും അതിന് മുകളിലേക്ക് റിവേഴ്സ് ആകാൻ പറ്റുന്നില്ല. സോ നമ്മൾ ആ ക്യാൻഡിലിൻ്റെ ഈ ഒരു വെച്ച ക്യാൻഡിലിൻ്റെ ലോ കട്ട് ചെയ്തപ്പോൾ നമ്മൾ എൻട്രി എടുത്തു. എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നോക്കുന്ന നെക്സ്റ്റ് സപ്പോർട്ട് അല്ല റെസിസ്റ്റൻസ് എവിടെയാണ് ഉള്ളതെന്നാണ്. അത് ഈ ഒരു പോയിൻ്റാണ്. ഈ ഒരു പോയിൻ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് 1:3 കിട്ടിയത് കൊണ്ട് തന്നെ ഇതിങ്ങോട്ട് റിവേഴ്സ് ആകുന്നു എന്ന് തോന്നിയപ്പോൾ നമ്മളങ്ങോട്ട് എക്സിറ്റ് എടുത്തതാണ്. കാരണം തുടക്കത്തിൽ നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ 1:10 1:20 അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അതൊക്കെ കിട്ടാൻ സാധ്യതയുള്ള മാർക്കറ്റുകളായിരുന്നു.
പക്ഷേ നമുക്കത് ഇത്രയും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ, നല്ല രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റണമെന്നില്ല. പ്രത്യേകിച്ചും തുടക്കത്തിൽ നമുക്ക് പ്രോഫിറ്റ് വേണം എന്നുള്ളത് കൊണ്ടിട്ട് നമ്മളത് എടുത്തിട്ട് പോരുവാണ്. കണ്ടിന്യൂസ്ലി നമുക്കൊരു മാസം പ്രോഫിറ്റിൽ ഓടിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് നമുക്ക് ആ പ്രോഫിറ്റിനെ മാത്രം റിസ്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ക്യാപിറ്റലിനെ ബാധിക്കാത്ത രീതിയിൽ ഹയർ റിട്ടേൺസ് പ്ലാൻ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെയാണ് ഞാൻ എക്സിറ്റ് പ്ലാൻ ചെയ്തിരുന്നത്. ഇവിടെ ടച്ച് ചെയ്ത് റിവേഴ്സ് ആയതുകൊണ്ടിട്ടാണ് നമ്മളിവിടെ എക്സിറ്റ് എടുത്തത്. ഓക്കെ, ഇനി ഇവിടെ ടച്ച് ചെയ്തിട്ട് അത് ഇങ്ങോട്ട് തന്നെ പോകുമായിരുന്നു, നമ്മൾ ട്രയൽ ചെയ്തിട്ട് നെക്സ്റ്റ് ഈ ലെവൽ പിടിക്കാൻ നോക്കിയാൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രേഡ് നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മാസം അങ്ങനെ ചെയ്യുന്നുണ്ടാകും. അതിനുശേഷം നിങ്ങൾക്ക് 1:2 1:3 എന്നുള്ളതൊന്നുമല്ല. പിന്നെ നമ്മൾ നോക്കുന്നത് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇത് വരും, അവിടെ നമ്മൾ ട്രയൽ ചെയ്യും, അതിനുശേഷം സെക്കൻഡ് ടാർഗറ്റ് ഇത് വരും. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ആക്ച്വലി നമ്മൾ 1:3 എന്നുള്ളതൊന്നും കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ ഈ ടാർഗറ്റ് ടു ടാർഗറ്റ് ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ കണ്ടോ, ആ പ്രൈസ് ആക്ഷൻ ലൈൻ വരെ 3.6 ഉണ്ട്, 1:3.6 ഉണ്ട്. നെക്സ്റ്റ് ലൈൻ വരെ ആണെങ്കിൽ 1:7 ഉണ്ട്. അപ്പോൾ 1:7 ആണോ 10 ആണോ എന്നൊന്നും നമ്മൾ നോക്കത്തില്ല. നമ്മൾ എത്രയാണോ അതുള്ളത് അത് ഫുള്ള് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നോക്കുന്നത്, സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തുകൊണ്ട്. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് തൊട്ട് കാണാൻ പറ്റും. ഈ ഒരു മാസം നമ്മളിപ്പോൾ 1:3 അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനോടുകൂടെ ചെയ്യുന്നതായിരിക്കും നമ്മൾ കാണുന്നത്. അടുത്ത മാസം തൊട്ട് ഫുള്ള് ക്യാപ്ചർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.